ഇതിപ്പോൾ എൻ്റെ മാത്രം സംശയമല്ല. ലോകത്തിൽ ഞാൻ ഒരുപാട് പുതിയ യങ്സ്റ്റേഴ്സായിട്ട് സംസാരിക്കുമ്പോഴെല്ലാം അവർക്കുള്ള ഒരു ചോദ്യമാണ്. ഭയങ്കരമായിട്ട് ദുഷ്ടത്തരം ചെയ്യുകയും ബിസിനസ്സിൽ ഇത്രയും കള്ളത്തരം ചെയ്യുകയും എല്ലാം ചെയ്യുന്നവർക്ക് കാശ് പിന്നെയും പിന്നെ ഉണ്ടാവുകയും ഭയങ്കര സത്യസന്ധന്മാരും ഭയങ്കരമായിട്ട് പാവങ്ങളെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർക്കൊന്നും ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ആൾക്കാരെ സഹായിക്കുന്നവരൊക്കെ പിന്നെയും പിന്നെയും ബുദ്ധിമുട്ടിലാവുകയും ചെയ്യും. അപ്പോൾ ഈ വിശ്വസിക്കുന്നത് കൊണ്ടും വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ടും എന്താണ് പ്രത്യേകിച്ച് ഗുണവും ദോഷവും? ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ദൈവത്തെ ആരാധനയോട് കൂടി കണ്ടാൽ അതൊരു സൽക്കർമ്മമായി മാറിക്കൊണ്ട് നമുക്ക് പുണ്യം വർദ്ധിക്കും. മറ്റവര് കൊണ്ടുവന്നിരിക്കുന്ന പുണ്യത്തിനനുസൃതമായി ദുഷ്ടന്മാരും നീചന്മാരുമായ ആളുകളും അവർ പുണ്യം കൊണ്ട് വന്നേക്കണമെങ്കിൽ ഈ പാപം ചെയ്യുമ്പോൾ അവരുടെ പുണ്യം ക്ഷയിക്കും. അല്ല, വേറൊന്നും വരാനില്ല. ദൈവം അപ്പോഴപ്പോൾ ആരെയും ശിക്ഷിക്കുന്നില്ല. ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നത് ദൈവമല്ല, അവരവരുടെ കർമ്മമാണ്. ആ കർമ്മത്തിൽ ദൈവം ശിക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നില്ല. അവനവൻ എന്താണോ കർമ്മം ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പുണ്യം അവന് ലഭിക്കുമ്പോൾ ആ പുണ്യത്തിന് അനുസൃതമായ ഒരു ജീവിതം അവന് ലഭിക്കും. പാപിക്കോ അവൻ നീചമായ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ നീചമായ പ്രവൃത്തിക്ക് അനുസൃതമായ പുണ്യക്ഷയവും അവന് ലഭിക്കും. പിന്നെ മനുഷ്യർ വിചാരിക്കുന്ന മാതിരി പണം അല്ലെങ്കിൽ സ്വർണം ശാന്തിയുടെ സാധനമല്ല. മനുഷ്യനുണ്ടായിരിക്കേണ്ടത് ശാന്തിയാണ്. ശാന്തിയും സമാധാനവും മനസ്സിലുണ്ടാകണം. അത് പുണ്യപ്രവൃത്തി ഇല്ലാത്ത ദുഷ്ടന്മാർക്ക് അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ധനാഢ്യന്മാരായ ആളുകൾക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സ്വർണം ഉള്ള കയ്യിലിരിക്കുന്ന ആളുകൾക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവർക്ക് ആ ധനം തന്നെ അവർക്ക് നാശമായി വന്നുകൊണ്ട് ആ ധനം അവരെ ശിക്ഷിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അവര് പുണ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ ഈ ധനം തന്നെ അവർക്ക് ശിക്ഷയായിട്ട് മാറുന്നു. ഇതൊന്നും ആരും അറിയുന്നില്ല. നല്ല ശത്രു കൊണ്ടുകൊടുത്ത് കോടാനുകോടി ധനം കൊണ്ടെന്ന് വിചാരിച്ച് മനസ്സിന് ശാന്തി സമാധാനം കിട്ടൂല. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് മനസ്സിന്റെ ശാന്തിയും സമാധാനവുമാണ്, പണമല്ല. മനസ്സിന്റെ ശാന്തിയും സമാധാനമുണ്ട് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഗുണം ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. ധനം ദൈവാനുഗ്രഹമല്ല.